ചിരിച്ചു നടക്കാതെ റെഡിയാ നോക്ക്. ചിരിക്കുന്ന കണ്ടില്ലേ? നാണമില്ലല്ലോ ജോയിച്ചിന്. ഓ നീ അതെങ്കിൽ ക്ഷമി, ഇന്നലെ 2 കൂടി പോയായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊന്നും അല്ല. ജോയിച്ചൻ രാത്രി ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? മദാമേ, വാട്ട് ഈസ് യുവർ നെയിം, കം ഹിയർ, ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത്. അതായിരുന്നു. അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി എൻ്റെ ആൻസി. ഏതോ മാതാമ്മമാർ നടത്തുന്ന ആശുപത്രിയിൽ ഞാൻ ഭയങ്കര സൂക്കേടായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട. ഏയ് ഐ ലവ് യു എന്നൊന്നും ആയിരിക്കല്ല പറഞ്ഞത്, ഐ ഗീവ് യു എന്നായിരിക്കും. അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും. ഓ അല്ല പിന്നെ എന്റെ പൊന്നും കൂടെ അല്ലേ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് നാണക്കേട് വരുത്തി വെക്കരുത് കേട്ടോ. അതെന്നാ ജോയിച്ച അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ജോയിച്ചിന് നാണക്കേട് വരുത്തുവോ? എന്നാലും പകരമായിട്ട് എനിക്ക് എന്നാ തരും? എന്നാ വേണേലും ജോയിച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മറ്റത്തിൽ വക്കച്ചിന്റെ സ്വർണ്ണക്കടയിൽ ഞാൻ കണ്ടുവച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച്. അത് വേണോ ആൻസി കൊച്ചേ? വേണമല്ലോ ജോയിച്ച, ഞാൻ എല്ലാരോടും പറയും എന്ത് നല്ല ഭർത്താവ് എന്റെ ജോയിച്ചനെന്ന്. കൊട്ടാരം പോലുള്ള എത്ര ഇനം കാറുകളാ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത്. ഈ പാട്ട തൂക്കി വിറ്റേം വെച്ച് പുതിയ കാർ ഒരെണ്ണം മേടിക്കണ്ട ജോയിച്ച. ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. ഈ തറവാടിത്തോന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ ഇച്ചാച്ചൻ ആദ്യമായിട്ട് മേടിച്ച കാറാ, ഇപ്പോഴും ഒരു പോറൽ പോലും ഇല്ല. കൊല്ലം എത്രയുന്നാ, എന്നിട്ടെന്നതാ എഞ്ചിൻ നടക്കുന്നുണ്ടോന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം. ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദം ഈ എഞ്ചിനകത്തുനിന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ല നീ പറയുന്ന കൊട്ടാരം പോലത്തെ കാറൊന്നും. നിനക്കെന്നാടാ ഒരു ഞാൻ Today Chaco drop you. Chaco go drop. Papa's English, poor English. My English no grammar. വൈകിട്ടോ പപ്പ? വൈകിട്ട് എങ്ങനെയാ വരുന്നേ? വൈകിട്ട് മോള് ബസ്സേ വന്നാൽ മതി. പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെ കാറേ മാത്രം കയറി പഠിക്കുന്നത്. വന്നട്ടെ. മൈസർ നിന്റെയൊക്കെ ആൻസി കൊച്ചേ. എന്നാ ഞാനും വേഗം റെഡിയാട്ടെ, കടയിലോട്ട് പോകാനുള്ളതല്ലയോ. മതിയടാ മതി, പെട്ടെന്ന് വാ, നേരം പോയി. നീ പെണ്ണ് കാണാനൊന്നും പോവല്ലോ, കോടതിയിലോട്ട് തന്നെ അല്ലയോ പോകുന്നത്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എൻ്റെ ഇച്ചായോ. അറിയുന്നുണ്ട് ഞാൻ നിന്റെ ലീലാവിലാസങ്ങൾ. വാ. ഇത് എവിടെ പോയി കിടക്കുന്നു? റെഡി ആയില്ലയോ ഇതുവരെ? ഞാൻ പറയുമ്പോ ആർക്കും വിശ്വാസമില്ല, പരദൂഷണാണ് പോലും. വേണ്ട പോന്നു ആലീസിന്റെ പുതിയ ആള്. സണിച്ചായ അകത്തോട്ട് പോയിട്ട് ഇച്ചിരി നേരമായി. എന്റെ കൊച്ചിറാണി, നീ അതൊന്ന് അടക്കി. ചേച്ചി താങ്ക് യു. പതിവ് പോലെ ഇന്ന് തന്നെ എടുത്തങ്ങ് വെച്ചേനെയാ. താങ്ക് യു. ഉച്ചയാകുമ്പോ പാത്രത്തിലുള്ളത് മുഴുവൻ എടുത്തങ്ങ് തിന്നേച്ചാ മതി. നല്ല ചേർച്ചയുണ്ടല്ലയോ ചേച്ചി? പിന്നല്ലയോ, ദീനാമ്മയെ കണ്ട ഇപ്പൊ ഒരു മാലാഖ്യ പോലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മല പോലെ കൂടുന്നതല്ലാതോട്ട് കുറയുന്നില്ല. മദാമ്മയുടെ തനി സ്വരൂപം കാണാൻ പോയതിനെ 1.25 ലക്ഷം രൂപയാ പിഴ. ഇതാ ബില്ലുകളുടെ കൂട്ടത്തിൽ കുരുത്തം കിട്ടും. ചാക്കോ പണിക്ക് വിളിക്കാൻ വന്നപ്പോഴാ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയവരും ഞാൻ അറിയുന്നത്. എന്നാ പറഞ്ഞാലും എപ്പോഴും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാ. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്നതാ കുഞ്ഞരാമ എനിക്ക് ഏറ്റവും ഇഷ്ടം.
നമ്മൾ ഓടിച്ചാടി നടക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം താനേ അങ്ങ് നടന്നോളൂ. അത് നേരാ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മളെ പേടിച്ചിട്ടാന്നോ ചെടിയും മരവും കിഴങ്ങും ഒക്കെ വളരുന്നതും റബ്ബർ പാല് തരുന്നതും ഒക്കെ? അതൊക്കെ താനേ അങ്ങ് നടക്കും. നമ്മളതങ്ങ് വിട്ടുകൊടുത്തേച്ചാ മതി. ഓരോന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു ശരി. ആ എന്നാ പറഞ്ഞാലും ഈ വെറുതെ ഇരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണേ. എന്തായി കുഞ്ചരമ്മ പണി? ആകെ പൊളിഞ്ഞിരിക്കുക സാധനം. നല്ല പണിയുണ്ട്. കുറച്ച് തടിയുടെ ഒക്കെ വേണ്ടി വരും. അതിനി അർത്ഥമുണ്ടാക്കണ്ടായോ? തൽക്കാലം ഗോവണി ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ പണി തുടങ്ങാം. എന്താ? കുഞ്ഞിരാമന്റെ തീരുമാനം അങ്ങനെ ആന്നേ പിന്നെ ഞാൻ എന്നെ പറയാനാ? കുഞ്ഞിരാമന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ 1000 രൂപയുടെ തന്നായിരുന്നെങ്കിൽ. അഡ്വാൻസ് ഒക്കെ നേരത്തെ കൈപ്പറ്റിയിട്ടുള്ളതാ കുഞ്ഞിരാമൻ. ഇനിയിപ്പോ പണി കഴിഞ്ഞിട്ട് തരുന്നതല്ലയോ അതിന്റെ ഒരു ശരി? ഇതിപ്പോ കടവായിട്ട് തന്നാ മതി. 2 ദിവസം കഴിഞ്ഞെടുക്കാം. ഇപ്പൊ പണിയൊക്കെ വളരെ കുറവാ. എന്നാ ഞങ്ങളങ്ങോട്ട് വാടി. പറഞ്ഞ ദിവസം തന്നെ പണം തിരിച്ചറിയാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞിരാമ. ആ ഓ. പറയുന്ന കേട്ടില്ലയോ, ആശാരിമാർക്ക് പണി കുറവാന്ന്. ഒരാശാരിയെ കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുക കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിനു മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെന്റെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞിരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചറിയാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ അങ്ങ് എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോൾ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞിരാമൻ. നമുക്കത് മാത്രം ആലോചിച്ചാൽ പോരെ? ഇന്നത്തെ കാലത്ത് വിളിച്ചാൽ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അതേ വന്നല്ലോ, ഉച്ചയ്ക്ക് ഊണിന് മുമ്പുള്ള പതിവ് കോട്ട. അത് കൊള്ളാമല്ലോ. നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എല്ലാ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പോൾ നീ ചോദിക്കും കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആ അരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ല എന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം സത്യം സത്യം. ഇത് സത്യം സത്യം സത്യം.